നമസ്കാരം. ഇന്ന് നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ച് നോക്കാം. 1872 തെളിവ് നിയമം. ഇതാണ് ഇപ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോടതികളിൽ കേസ് നടത്തിപ്പിൻ്റെ ഭാഗമായി തെളിവുകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും തെളിവുകൾ എന്തൊക്കെയാണെന്നും അവ ആര് ഹാജരാക്കണമെന്നും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമമാണ് ഇന്ത്യൻ തെളിവ് നിയമം, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. 1872 ഈ നിയമം നിലവിൽ വരുന്നതുവരെ ഇന്ത്യയിൽ ഏകരൂപത്തിലുള്ള ഒരു തെളിവ് നിയമം ഉണ്ടായിരുന്നില്ല. ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് പ്രസിഡൻസി ടൗണുകളിൽ, അതായത് ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് തെളിവ് നിയമവും മറ്റു പ്രദേശങ്ങളിൽ കീഴ്വഴക്കമനുസരിച്ചുമുള്ള നടപടികളാണ് നടന്നിരുന്നത്. ഈ നിയമം ജമ്മു കാശ്മീർ ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ പ്രദേശങ്ങൾക്കും ബാധകമായ ഒരു നിയമമായിരുന്നു. ആർബിട്രേഷൻ നടപടികൾ, ആർമി, നേവി, എയർഫോഴ്സ് എന്നീ നിയമപ്രകാരം സ്ഥാപിക്കപ്പെടുന്ന പട്ടാള കോടതികൾ എന്നിവയ്ക്ക് ഈ തെളിവ് നിയമം ബാധകമല്ല. നമ്മുടെ നീതിനിർവഹണത്തിൻ്റെ അന്തഃസത്ത 1000 കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ്. നീതിനിർവഹണ പ്രക്രിയയിൽ കോടതിയെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് തെളിവ് നിയമം. ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. തർക്കപ്രശ്നവും അതിനോടും പ്രസക്തമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ മാത്രം പരിഗണിക്കുക, കേട്ടറിവുകൾ തെളിവായി സ്വീകരിക്കാതിരിക്കുക, ലഭ്യമായതിൽ ഏറ്റവും നല്ല തെളിവുകൾ മാത്രം ആശ്രയിക്കുക, നേരിട്ട് ഹാജരായി മൊഴി നൽകി തെളിവ് കൊടുക്കുക, പ്രമാണങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ മുതലായവ ഹാജരാക്കുക, സാക്ഷികളെ ഹാജരാക്കി തെളിവ് നൽകുക തുടങ്ങിയവയാണ് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നത്. പോലീസ് നായ്ക്കളുടെ കണ്ടെത്തൽ, രാസപരിശോധന റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം ഈ നിയമത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങളാണ്. രാജ്യത്തിനുണ്ടായ സാങ്കേതിക പുരോഗതി നിലവിലെ നിയമം പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. നാവിക, നേവി, എയർഫോഴ്സ്, കോർട്ട് മാർഷലിനുള്ള പ്രയോഗക്ഷമത എവിഡൻസ് ആക്ടിൽ ബാധകമല്ല. എവിഡൻസ് ആക്ടിൽ തെളിവ് എന്നതിൻ്റെ നിർവചനത്തിൽ ഡിജിറ്റൽ റെക്കോർഡ്സിനെ കുറിച്ച് വ്യക്തമായി പരാമർശമില്ല. കൊളോണിയൽ പദപ്രയോഗങ്ങൾ എവിഡൻസ് ആക്ടിൽ നിലനിൽപ്പുണ്ട്. പഴയ നിയമങ്ങൾ പാടെ മാറുന്നില്ല. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയാൽ പ്രതിഫലമില്ലാത്ത സാമൂഹിക സേവനമായിരിക്കും എന്നാണ് പറയുന്നത്. അത് എന്തുമാകാം, ജഡ്ജിൻ്റെ മനോധർമ്മം അനുസരിച്ച് സാമൂഹിക സേവനം ചെയ്യണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ സാക്ഷികൾ, കുറ്റാരോപിതർ തുടങ്ങിയവർ ഹാജരാക്കാൻ ഇത് അനുവദിക്കുന്നു. തെളിവ് നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ആർമി ആക്ട്, നാവിക അച്ചടക്ക നിയമം, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്ക് കീഴിൽ വിളിച്ചുകൂട്ടിയ കോർട്സ് മാർഷലിന് BSA ബാധകമാകും. ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് BSA എന്ന ചുരുക്കപ്പേരിൽ പറയുന്നത്. ഈ BSAയിൽ ഡിജിറ്റൽ റെക്കോർഡ്സ് ഡോക്യുമെൻ്ററി തെളിവായി പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാരിസ്റ്റർ, പ്ലീഡർ എന്നിവ മാറ്റി പൊതുവായ ഒരു അഡ്വക്കേറ്റ് എന്ന പദത്തിലേക്ക് മാറ്റി ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ട്. കറൻസി വ്യാജമായി നിർമ്മിച്ചാൽ അത് ടെററായി കൺസിഡർ ചെയ്യുമെന്നും പറയുന്നു. IPC കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചും പറയുമ്പോൾ CRPC കുറ്റകൃത്യം ചെയ്ത ആളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും എവിഡൻസ് ആക്ടിൽ തെളിവുകളെക്കുറിച്ചുമാണല്ലോ പറയുന്നത്. ഇതാണല്ലോ ഇപ്പോൾ ഭാരതീകരിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ വീഡിയോ വഴിയാക്കണമെന്നും ഒരാളിൻ്റെ മേൽ കുറ്റം ചുമത്തിയാൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുകയും വേണം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ 10 വർഷം വരെ തടവ് BSAയിൽ പറയുന്നുണ്ട്. 150 വർഷം നിലനിന്ന പഴയ നിയമങ്ങൾക്ക് മാറ്റമുണ്ടായപ്പോൾ പൊതുവെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത് ഹിന്ദി ഭാഷയെ സംസ്കൃത ഭാഷയൊക്കെ അടിച്ചേൽപ്പിക്കലാണെന്ന് പറഞ്ഞു കാണുന്നു. കാരണം പുതിയ നിയമങ്ങളുടെ പേരുകൾ അത്തരത്തിലാണല്ലോ. മറ്റൊരു പക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ജയിലുകൾ ഇപ്പോൾ തന്നെ ഓവർ ക്രൗഡഡ് ആണ്. വിചാരണ തടവുകാരാണ് ഏറ്റവും കൂടുതൽ. ഇത് 76% ഉണ്ടെന്ന് പറയുന്നു. ഇവർ കുറ്റവാളികളല്ല, പ്രതികളാണ്. പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കൊളോണിയൽ കാലത്തെ സോഷ്യൽ സിറ്റുവേഷൻസ് അല്ലല്ലോ ഇപ്പോൾ നിലവിലുള്ളത്.
ഇപ്പോൾ പുതിയ കാലഘട്ടം പല വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടതുണ്ട്. സാങ്കേതിക പുരോഗതി വളരെയേറെ ഉണ്ടായി. കവർച്ചാ രീതികളും കുറ്റകൃത്യങ്ങളുടെ വ്യത്യസ്തതയും തെളിവ് നശിപ്പിക്കൽ രീതികളുമൊക്കെ വളരെ മോഡേൺ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശിക്ഷാരീതികളും ഒട്ടൊക്കെ മാറേണ്ടത് തന്നെയാണ്. ശിക്ഷിക്കുക എന്നതല്ല, നീതി ഉറപ്പാക്കുക എന്നതാണ് നമുക്ക് പ്രധാനം. ആദ്യത്തെ നിയമത്തിൽ FIR ഒരു പ്രത്യേക അധികാര പരിധിക്കുള്ളിൽ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ പുതിയ നിയമം വഴി ഇന്ത്യയിൽ എവിടെ നിന്നൊരു പരാതി പറഞ്ഞാലും അത് ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി ബോധിപ്പിക്കാൻ അധികാരമുണ്ട്. ഇത് മറ്റൊരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ, നമ്മുടെ ജൂരിസ്ഡിക്ഷനിലല്ലാതെ തന്നെ മറ്റൊരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം. അവിടെ FIR ഇടും. അവിടെ FIR ഇടുമ്പോൾ നടപടിയൊന്നും എടുക്കത്തില്ല. ഇതിനെയാണ് സീറോ FIR എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെയാണോ പ്രശ്നം നടന്നത് അവിടേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യും. ഇന്ത്യയിൽ എവിടെ നിന്നും പരാതി പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് ഒരു എളുപ്പമാർഗം ഇത് കാണിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന കേസുകളിൽ മൊഴിയെടുക്കുന്നത് ഒരു വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ പൊട്ടാസ് പൊട്ടിക്കുന്നത് പോലെയാണല്ലോ ബോംബൊക്കെ പൊട്ടിക്കുന്നത്. ഇനി പഴയതുപോലെ ബോംബ് പൊട്ടിച്ച് കളിക്കാനൊന്നും ഒക്കത്തില്ല. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ ഇതിനുണ്ട്. ദേശവിരുദ്ധ പ്രകടനങ്ങൾക്കും കടുത്ത ശിക്ഷയാണ്. തീവ്രവാദ പ്രവർത്തനത്തിന് പുതിയ നിർവചനവും ഇതിലുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വിഘാതമാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ ആരും തുനിയണ്ട. കുട്ടികളെ വാങ്ങൽ, വിൽക്കൽ ഇതങ്ങ് നിർത്തിയേക്കുക. കടുത്ത ശിക്ഷയാണ്. ലിംഗവൈവിധ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു കുറവായി പറയുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കൈവിലങ്ങ് പാടില്ല എന്ന് പറയുന്നു. വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നവർക്ക് 10 വർഷം വരെ തടവാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ശിക്ഷ ഇളവെന്ന് പറയുന്നത് ജീവപര്യന്തം മാത്രം ആയിരിക്കും. സാക്ഷികൾക്ക് സംരക്ഷണം പറയുന്നുണ്ട്. 20 കൊല്ലമെങ്കിലും പഴയ നിയമം നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു. കാരണം അത്രയും കുറ്റകൃത്യങ്ങളുടെ കേസുകൾ നമുക്ക് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇപ്പോൾ വക്കീലന്മാരൊക്കെ പുതിയ നിയമങ്ങൾ എത്രയും വേഗത്തിൽ മനസ്സിലാക്കേണ്ട ഒരവസ്ഥയും വന്നു ചേരുകയാണ്. പൗരൻ്റെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നും പറയുന്നു. കാരണം ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ തെളിവായി എടുക്കുമ്പോൾ അത് എന്തായാലും പൗരൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് എന്നൊരു ആശങ്കയും നിലവിലുണ്ട്. ദീർഘകാല പോലീസ് കസ്റ്റഡിയും ഈ നിയമം പറയുന്നുണ്ട്. പോലീസിന് കൂടുതൽ അധികാരവും ഇതുവഴി കിട്ടുന്നുണ്ട്. അതപ്പോൾ കസ്റ്റഡി ദുരുപയോഗം വരുമെന്നും ജാമ്യസാധ്യത കുറയുമെന്നും കുറ്റസമ്മതം തെളിവായി എടുക്കുന്നുവെന്നുമൊക്കെ ഇതിനെക്കുറിച്ച് വിമർശനങ്ങൾ പറയുന്നുണ്ട്. പ്രതിക്കും വാദിക്കും കിട്ടേണ്ടത് സമയബന്ധിതമായി കിട്ടണം. വിസ്താരമില്ലാതെ ശിക്ഷ പാടില്ല. അതുപോലെ തന്നെ മനസാക്ഷി, മര്യാദ, ക്ഷമ, കൃത്യനിഷ്ഠ ഒക്കെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് കാണേണ്ട കാര്യങ്ങളാണ്. ഈ ഭാരതീയ ശിക്ഷാ അധിനിയമത്തിലെ 61-ാം വകുപ്പിൽ പ്രകാരം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളിലേക്ക് മറ്റ് ഡോക്യുമെൻറ്റുകളുടെ അതേ നിയമപരമായ ഫലവും സാധുതയും നിർവഹണക്ഷമതയും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാക്കുന്നു. ഈ പുതിയ നിയമം ജുഡീഷ്യൽ നടപടികളിൽ തെളിവുകളുടെ സ്വീകാര്യതയ്ക്കും മൂല്യനിർണ്ണയത്തിനുള്ള ഇന്ത്യൻ നിയമ ചട്ടക്കൂടിനെ നവീകരിക്കുന്നതിനും സഹായിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ ലഭിക്കുന്ന തെളിവുകൾ സ്വീകാര്യമല്ലെന്നും ഇത് ഉറപ്പാക്കുന്നു. അങ്ങനെ കുറ്റാരോപിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ജുഡീഷ്യൽ പ്രക്രിയയുടെ സമഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്വീകാര്യമായ തെളിവുകൾ മാത്രമേ അനുവദിക്കൂ. ഒരു മജിസ്ട്രേറ്റ് രേഖപ്പെടുത്താത്ത പക്ഷം പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ ഒരു പ്രതി നടത്തുന്ന കുറ്റസമ്മതം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അസ്വീകാര്യമായി കണക്കാക്കപ്പെടുന്നു. ഇലക്ട്രോണിക് റെക്കോർഡ്സ് കൃത്രിമത്വത്തിന് വഴിതെളിക്കുമെന്ന് കരുതുന്നു. തെളിവായി ശേഖരിച്ച് ഇലക്ട്രോണിക് രേഖകൾക്കായി സുരക്ഷിതമായ കൈകാര്യം ചെയ്യലും ശരിയായ കസ്റ്റഡി ശൃംഖലയും നിർബന്ധമാക്കുന്നത് ശുപാർശകളിൽ ഉൾപ്പെടുന്നു. ന്യായവും നീതിയുക്തവുമായ വിചാരണകൾക്ക് ഇത് പ്രാധാന്യം കൊടുക്കുന്നു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ ആധുനികവൽക്കരിക്കുകയും സമകാലിക നിയമ മാനദണ്ഡങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളുമായി അതിനെ സമന്വയിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. വ്യക്തമായ നിയമങ്ങൾ നൽകുന്നതിലൂടെയും നടപടിക്രമങ്ങളുടെ സങ്കീർണതകൾ കുറയ്ക്കുന്നതിലൂടെയും ജുഡീഷ്യൽ നടപടികൾ വേഗത്തിലാക്കാനും നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ഈ നിയമം ലക്ഷ്യമിടുന്നു. തെളിവ് നിയമത്തെ അന്താരാഷ്ട്ര നിലവാരവുമായി വിന്യസിക്കുന്നു. അതിർത്തി കടന്നുള്ള നിയമപരമായ കാര്യങ്ങളിൽ സഹകരണവും ധാരണയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് ഏവരും കേട്ടിരിക്കുമല്ലോ.
അതായത് ഇപ്പോൾ ഈ പഴയ നിയമങ്ങളെ എല്ലാം പൂർണ്ണമായി മാറ്റിയില്ലെങ്കിലും ചില മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ പ്രാവർത്തികമാകും, ഇത് പ്രാവർത്തികമായാൽ അത് ഫലപ്രദമായ രീതിയിലാണോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. ഉദാഹരണം, നമ്മളൊരു പുസ്തകത്തിൻ്റെ പുറംചട്ട കണ്ടിട്ട് അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ നിയമങ്ങളും അത് പ്രാവർത്തികമായി വന്നാൽ മാത്രമേ നമുക്കതിൻ്റെ നൽപ്പുതിൽപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിവിടെ നിർത്തുന്നു.